ഹായ് എവരി വൺ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഇതിൽ നമ്മൾ ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഈ സേവനം കേരളത്തിൽ ലഭ്യമാണോ? അല്ലെങ്കിൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഇത് ലഭ്യമാണ്? അതുപോലെ ഇത് നമുക്ക് എങ്ങനെ പുതിയതായിട്ട് എടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അഭിലാഷ് കൃഷ്ണൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ ആയുഷ് ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ അണ്ടറിലുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ഈ സ്കീം 10 കോടി ഫാമിലിക്ക്, അതായത് 50 കോടി അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കീമാണ്. അതിൽ ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സ്കീമും കൂടിയാണ്. അപ്പോൾ ഈ സ്കീം ഇറങ്ങിയത്, അല്ലെങ്കിൽ സ്കീം പ്രഖ്യാപിച്ചത് 2017-18 ഈ സ്കീമിനെ പറ്റി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന ഈ സ്കീം. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അംഗങ്ങളെ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെമ്പറിനെ അംഗമാക്കിയിരിക്കുന്നത്, ഇൻഷുറൻസിൽ അംഗമാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2011 ഒരു സർവേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടുകളിലൊക്കെ വന്ന് ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ വാർഷിക വരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് എത്ര അംഗങ്ങളുണ്ട് ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 10 വർഷം കൂടുമ്പോൾ നമ്മുടെ വീടുകളിൽ വന്ന് സർവേ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ 2011 എടുത്ത സർവേയുടെ ബേസിലായിരുന്നു അന്നത്തെ ഓരോ അംഗങ്ങളുടെയും ഫാമിലിയുടെ ആനുവൽ ഇൻകം, വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അങ്ങനെ ഉള്ളവരെയും കൂടിയാണ് ആ ക്രൈറ്റീരിയയോടെ നോക്കിയിട്ടായിരുന്നു ഈ ഒരു ഇൻഷുറൻസിൽ അംഗത്വം കൊടുത്തത്. അപ്പം അതായത് അന്നത്തെ 2011 എടുത്ത ഫാമിലിയുടെ ആനുവൽ ഇൻകത്തിൽ 3 ലക്ഷത്തിൽ താഴെയുള്ള അംഗങ്ങളെ എല്ലാവരും ഈ ഒരു ഇൻഷുറൻസിൽ അംഗമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇൻഷുറൻസ് ആർക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിൽ അംഗങ്ങളാണ് എന്നറിയണ്ടേ? അതറിയാൻ എളുപ്പവഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലെ റേഷൻ കാർഡിൻ്റെ പുറകുവശത്തായിട്ട് ഒരു സീലുണ്ടാകും, ഒരു 4 സീലുകൾ ഉണ്ടാകും. ആ 4 സീലിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസിൽ അംഗമാണെന്നാണ് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ആ സീലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ബാക്ക് സൈഡിലുള്ള സീൽ ഒന്ന് PMJAY എന്നുള്ളൊരു സീല്, അല്ലെങ്കിൽ RSBY എന്നുള്ളൊരു സീല്, അതും അല്ലെങ്കിൽ KASP എന്നുള്ള സീല്, അല്ലെങ്കിൽ CHIS ഒരു സീൽ. ഈ ഏതെങ്കിലും ഒരു സീല് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പുറകുവശത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഷുറൻസിൽ അംഗമാണെന്നാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും PMൻ്റെ, അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ച ഒരു ലെറ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഈ ലെറ്റർ ലഭിച്ചവർക്കും ഈ ഒരു ഇൻഷുറൻസിൽ അംഗത്വമുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ RSBI കാർഡ്, അതായത് നിങ്ങൾ വർഷത്തിൽ 30,000 രൂപയുടെ ചികിത്സാ സഹായം മേടിക്കുന്ന ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ കാർഡുള്ളവർക്കും ഈ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിൽ അംഗത്വമുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് 4 അല്ല, നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഇൻഷുറൻസിൽ അംഗത്വമുണ്ടോ എന്ന് നോക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഇതിൽ നമ്മൾ അംഗത്വമാണോ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ URL എന്ന് പറയുന്നത് www.mera.pmjay.gov.in. ഇതാണ് നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ URL. ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു സൈറ്റ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ മതി. അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ അതിൽ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം താഴെ കാണിച്ചിരിക്കുന്ന ആ ക്യാപ്ച ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ക്യാപ്ച എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. സ്മോളും ക്യാപിറ്റലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നോക്കി തന്നെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ നോക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്ന പേജ് എന്ന് പറയുന്നത്
നിങ്ങൾക്ക് 3 രീതിയിൽ ഇതിൽ നോക്കാൻ സാധിക്കും. അതായത് കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ആ സ്റ്റേറ്റിൻ്റെ അവിടെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ബൈ നെയിം ഉണ്ട്, സെർച്ച് ബൈ HSD നമ്പർ ഉണ്ട്, സെർച്ച് ബൈ RSBY ഓർ CHIS ഓർ URN എന്നുള്ള നമ്പേഴ്സ് ആണത്. അത് വെച്ച് ചെയ്യാം. ഇതിൽ നമുക്ക് ഈ രണ്ടെണ്ണം നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ HSD നമ്പരും RSBY ആ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നെയിം വെച്ചിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെർച്ച് കാറ്റഗറിയുടെ അവിടെ നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നെയിം അടിച്ചതിന് ശേഷം താഴെ നമുക്ക് ഇഷ്ടമുള്ള, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവരുടെ നെയിം വെച്ച് കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡ് വെച്ച് നോക്കാം. പിൻകോഡ് നെയിം അല്ലെങ്കിൽ ഫാദർ നെയിം, മദേഴ്സ് നെയിം അങ്ങനെ എല്ലാം വെച്ച് നോക്കാം. നമുക്ക് ഒരുപാട് ഇതുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കും. ആ ഡീറ്റെയിൽസ് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ജെൻഡർ എന്താണോ, അതേപോലെ തന്നെ നിങ്ങളുടെ HSD നമ്പർ ഇവിടെ കാണിക്കും. ഈ ഒരു നമ്പർ നിങ്ങൾ എപ്പോഴും കോപ്പി ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക. കാരണം നിങ്ങൾക്കിത് ഹോസ്പിറ്റലിൽ എവിടെ ചെല്ലുമ്പോഴും ചികിത്സാപരമായ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഈ നമ്പർ 24 അക്കമുള്ള ഈ നമ്പർ പ്രയോജനപ്പെടും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ആ മെമ്പറുമായി ബന്ധപ്പെട്ട ഫാമിലീസിൻ്റെ ഡീറ്റെയിൽസ് ആയി കാണാൻ പറ്റും. അപ്പോൾ ആ ഫാമിലി ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഫാമിലിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഫാമിലിയുടെ ഡീറ്റെയിൽസിൽ ഇതേപോലെ ആ വ്യക്തിയുടെ നമ്പർ, ഓരോ അംഗങ്ങളുടെയും ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കറക്റ്റാണോ അല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാണെന്നാണ് കൺഫേം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഗെറ്റ് ഡീറ്റെയിൽസ് ഓൺ SMS എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ HSD നമ്പറും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഒരു SMS ആയിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഈ സൈറ്റിലൂടെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. നിങ്ങളുടെ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുവഴിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈറ്റിൽ എങ്ങനെയാണ് ഈ ഇത് ചെക്ക് എലിജിബിലിറ്റി ഉണ്ടോ, നിങ്ങൾ ഇതിൽ അംഗമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ലഭ്യമാണ്. PMJAY ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ആപ്പ് കിട്ടും. ഈ ആപ്പിലൂടെ നിങ്ങളുടെ എലിജിബിലിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു സേവനം ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിനും നമുക്ക് നമ്മുടെ ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും ഏതൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് നമുക്ക് സേവനം ലഭ്യമാകും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പം ആ ഒരു ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. ഏതൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ഒരു സേവനം ലഭ്യമാണെന്നുള്ള ലിസ്റ്റുകൾ നമുക്കിപ്പോൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് sha.kerala.gov.in/list-of-empaneled-hospital/ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. നിങ്ങൾ പേടിക്കേണ്ട, പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ച് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിങ്ങളുടെ ഏതൊക്കെ ഹോസ്പിറ്റൽ, അതായത് എന്നുള്ളതിൻ്റെ ജില്ല വൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഓരോ ജില്ലയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകാം. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെ ഓരോ ജില്ലയിലായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലയിലുള്ള പ്രൈവറ്റിലും പബ്ലിക്കിലും എവിടേക്കാണ് ഈ സേവനം ലഭ്യമാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഞാനിപ്പോൾ ആലപ്പുഴ ജില്ല എന്നുള്ളത് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. അതിനകത്ത് പബ്ലിക്കിൻ്റെ ആവശ്യമുള്ള പബ്ലിക് ഹോസ്പിറ്റൽ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം സൗകര്യം ഫ്രീ ആണ്. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ കുറച്ചുകൂടെ അറിയേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്തിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ആലപ്പുഴയിലുള്ള ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഇതിപ്പോൾ ലഭ്യമാണ്, അവൈലബിലിറ്റി ഉണ്ട്, അവരുടെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഹോസ്പിറ്റലുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ഹോസ്പിറ്റലുകളുടെ താഴെ തന്നെ കോവിഡ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ കോവിഡ് ഒള്ളി എന്നുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ കോവിഡിന് മാത്രമായിട്ടായിരിക്കും ഈ കാർഡ് വാലിഡ് ആവുന്നത്. ഈ കാർഡിൽ നിന്ന് ചികിത്സ ലഭ്യമാവുന്നത് കോവിഡിന് മാത്രമായിരിക്കും എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് സൈറ്റിൽ കയറി പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേ വഴിയും നിങ്ങൾക്ക് ലിസ്റ്റ് അറിയാൻ സാധിക്കും. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ.
കാരണമുള്ള ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ഒരു സേവനം ലഭ്യമാണ്. അതിനെ സൈറ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിലെ ലിസ്റ്റ് കണ്ടല്ലോ. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ആയിട്ട് ഇവിടെ ഈ കാർഡുമായി സേവനത്തിന് ചെല്ലുമ്പോൾ അവർ ഈ കാർഡ് എടുക്കുകയില്ല എന്നെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെതിരെ ആക്ഷൻ എടുത്ത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. ആ ടോൾ ഫ്രീ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 14555 ആണ് ഈ ടോൾ ഫ്രീ നമ്പർ. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതും ചില അവർ പറയാറുണ്ട്, അതായത് ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ഹിന്ദിയാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് ആണ്, മലയാളത്തിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ പറഞ്ഞേക്കാം കേരളത്തിൽ സേവനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് ചില നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. നിങ്ങൾ ജിയോ ഫോൺ അല്ലെങ്കിൽ ജിയോ സിം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വിളിച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് മലയാളത്തിൽ തന്നെ ഉള്ളവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ അവർ പറയുന്നതായിരിക്കും. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ്, അടുത്ത നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു കാർഡായിട്ട് തന്നെ കട്ടിയുള്ള കാർഡായിട്ട് നിങ്ങളുടെ കൈവശം കിട്ടുമോ എന്നായിരിക്കും അല്ലേ. അപ്പം ഈ ഒരു കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അക്ഷയയിൽ പോകണോ, അക്ഷയയിൽ പോയാൽ ഈ കാർഡ് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാൽ ഈ കാർഡ് കിട്ടുമോ എന്നായിരിക്കും. എങ്കിൽ ഈ ഒരു കാർഡ് എങ്ങു നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പകരം ഞാൻ നേരത്തെ പറഞ്ഞ HCD നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ 24 അക്കമുള്ള ഒരു നമ്പറാണ്. ആ നമ്പർ അതിനാണ് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചികിത്സയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതിയാകും. ഈ കാർഡ് നിങ്ങൾ ആക്കി വെക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാർഡ് എടുക്കാൻ സാധിക്കുമായിരിക്കാം. ഇപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. പകരം 24 അക്ക നമ്പറുകൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഹോസ്പിറ്റലുകളിൽ. അതേപോലെ തന്നെ പുതിയതായിട്ട് ഇത് കാർഡ് എടുക്കാൻ ഉള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അന്നത്തെ സർവേ ചെയ്ത് വെച്ചിട്ടാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു കാർഡ് അല്ലെങ്കിൽ പുതിയ അംഗങ്ങൾക്ക് ചേരാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. സർക്കുലറോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ ഈ ഒരു കാർഡിൽ നിന്നുള്ള മണി പാക്കേജ്, അതായത് നിങ്ങൾക്ക് ഈ കാർഡിൽ ഉണ്ടാകുന്ന പാക്കേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു അഡ്മിഷൻ എടുത്തു, അഡ്മിറ്റ് ആകുന്നതിന് 3 ദിവസം മുമ്പും അതേപോലെ അഡ്മിഷൻ പീരീഡിലും അത് കഴിഞ്ഞുള്ള 15 ദിവസം അതുവരെയുള്ള ചികിത്സയ്ക്കുള്ള അല്ലെങ്കിൽ മരുന്നുകൾ മേടിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവും. ഇതിൽ നിന്നുള്ള പൈസയെ ആവുന്നുള്ളൂ, നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷുകളോ കാര്യങ്ങളോ ആകുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രീമിയം പോലും അടയ്ക്കാതാണ് ഇങ്ങനൊരു കാർഡ് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്, നിങ്ങളൊരു ഇൻഷുറൻസിൽ അംഗമാവുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ പറഞ്ഞാൽ ഈ ഇടയ്ക്കായിട്ട് കുറേ നാളുകളായിട്ട് ഫേക്ക് ന്യൂസുകൾ വരാറുണ്ട്. അതായത് 50 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും എന്നുള്ള രീതിയാണ്. പക്ഷേ ഒരിക്കലും അതൊരു ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, അതൊരു ഹെൽത്ത് ID കാർഡിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിന് നിങ്ങൾ യാതൊരുവിധ പേയ്മെൻറ്റോ കൊടുക്കേണ്ട, നിങ്ങൾ അംഗത്വമാണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് പ്രയോജനകരമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. പുതിയ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.